ചന്ദനം മണക്കുന്നാണല്ലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറെ കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് തുണ്ടം രണ്ടായി ടീമായിട്ട് കൂടിയിട്ടുള്ളത്. നമ്മളെ കൂടെ ഒരു മുത്തുണ്ട്, ആഫീസ്. നമ്മളെ മുത്തുണ്ടോ, നമ്മളെ സൗദി അറേബ്യയുടെ രാജാവ് ആഫീസിൽ നിന്ന് എഴുന്നള്ളിട്ടുണ്ട്. ആഫീസ് ഇങ്ങനെ നടന്നോണ്ടല്ലോ മരുഭൂമിന്റെയും കാരക്കിന്റെ ഒരു മണം സ്പ്രേയാണ് ആഫീസ് അടിച്ചത്. അതായത് ഗൾഫുകാരെ മണം നമ്മളെ കൂട്ടത്തിൽ പല ആൾക്കാർ ഗൾഫ് പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വരുമ്പോ കരിപ്പൂർ എയർപോർട്ടിൽ കുടുങ്ങിയിട്ട് വേർപ്പ് മാത്രം ഇവരൊരു 10 സ്പ്രേ മേടിച്ചു. അർഷി ഒരു 15 സ്പ്രേ കൂട്ടിയടിച്ചിട്ടും ഈ ആഫീസ് അടിച്ച് ഒറ്റ സ്പ്രേന്റെ ദമ്മിട്ടില്ല. അത് ഏതാണ് സ്പ്രേ ഇല്ല പറഞ്ഞ കമ്പനീന്റെ ഒരു സ്പ്രേ ആണ് അടിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് വളരെ മംഗളമായിട്ടുള്ള ഒരു കർമ്മത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ഈ കർമ്മത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഇഷ്ടാണോ? ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു കർമ്മമാണ്. നല്ലൊരു ഇതാണ്. പുളിയോ? അടിപൊളിയോ? കുഴപ്പമില്ല. ഒരുപാട് നാളത്തെ കാത്തിരിപ്പ്, ഒരുപാട് നാളത്തെ നമ്മളെ കൂട്ടത്തിലെ കാത്തിരിപ്പാണ് ഇന്ന് നടക്കാൻ പോണത്. അപ്പൊ ഞങ്ങള് പരമാവധി ഞങ്ങളെ സൈഡിൽ നിന്ന് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പ്രഷറുകളൊന്നും വളരെയധികം കാലം സ്വീകരിക്കാതെ ഞാൻ എൻ്റെ പാട്ടിന് പോയിക്കോളാം, ഞാൻ എൻ്റെ കൂട്ടിന് പോയിക്കോളാം, ഞാൻ എയിലെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാടധികം ആൾക്കാർ നമ്മളെ ഗ്യാങ്ങിൽ ഇപ്പോഴും ഉണ്ട്, ഇന്നും ഉണ്ട്, ഇന്നലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന പലരും ഇന്ന് മറ്റേ കൂട്ടിനുള്ളിൽ അകപ്പെട്ട തത്തകളെ പോലെ നടക്കുകയാണെങ്കിലും ഒരാൾ കൂടി നമ്മളെ കൂട്ടത്തിൽ മാഷാ അല്ലാഹ് ഒരാൾ കൂടി കല്യാണത്തിന് ഒരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ മഹത് വ്യക്തിത്വത്തിന്റെ എന്താണ് മംഗളകർമ്മം, എന്തെന്ന് പറയാ, മംഗളകർമ്മത്തിന് വേണ്ടിയിട്ടുള്ള വസ്ത്രക്ഷേപണം നടത്താനാണ് ഞങ്ങൾ ഇന്ന്. അപ്പൊ ഈ മംഗളകർമ്മത്തിന് വേണ്ടിയുള്ള വസ്ത്രക്ഷേപണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ മുമ്പ് വന്നിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. നമുക്ക് ഏവർക്കും പരിചയമുള്ള ബഹുമാനപ്പെട്ട ബാസിൽ അവർകൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. ബാസിൽ അവർകളുടെ കല്യാണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നത് ഒരു നിക്കാഹാണ്. ഇന്ന് നമ്മളെ കൂടെ ഇല്ലാത്ത, അങ്ങനെ ഇല്ലാത്തല്ല, തിരക്ക് പിടിച്ചുകൊണ്ട് ഒരു ഈജിപ്ഷ്യൻ ട്രിപ്പിൽ പോവുകയാണ്. എന്നിരുന്നാലും ഒരുപാടധികം ഞങ്ങളെ ഓർമ്മയിലായെത്തിയ, ഒരുപാട് ബുദ്ധിമുട്ടുകളിലായെത്തിയ, ഒരുപാട് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ ബാസിൽ അവറുകളുടെ കല്യാണത്തിന് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത അതേ കടയിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ബാസിലാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടോ ഡ്രസ്സ്. ബാസിലിൻ്റെ കല്യാണ ഡ്രസ്സ് ബാസിലിനാണ് ഇവിടുന്ന് ഡ്രസ്സ് എടുത്ത്. അവൻ ഇവിടുത്തെ എല്ലാം ഇഷ്ടപ്പെട്ട്. അതിൽ ബാസിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ എടുക്കണം. അച്ചുവിൻ്റെ കല്യാണത്തിന് ഇതൊരു പരമ്പരയായിട്ട് തുടർന്ന് ഇനി അർഷിൻ്റെനും സൽമാൻ്റെനും ഒക്കെ ഇവിടെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എടുക്കണോ? എടുത്താലോ? എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ബൈപ്പാസിലുള്ള, ഇവിടെ എന്താ സ്ഥലം പറയാ? ഇവിടെ പണ്ട LDC പഠിച്ചല്ലേ? ഞാൻ അപ്പുറത്തെ സ്ഥലത്ത് പഠിച്ചത് ആയിഷ കോംപ്ലക്സിലുള്ള ലിൻഫാബിലാണ് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ. ലിൻഫാബ് എന്താണ് അപ്പോ സൽമാൻ എന്താ വെച്ചാ ഈ കോംപ്ലക്സിന്റെ പേര് ആരും ചിന്തിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ ഒന്നുമില്ല. എനിക്ക് ഇവിടുന്ന് ആ പേരിട്ട് മാക് ബിൽഡേഴ്സ് ആണല്ലോ ഇത് ലിൻഫാബ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും ലിൻഫാബിൽ എത്തിയിരിക്കുകയാണ്. അച്ചു ഇവിടെ എങ്ങനെയാണ് വന്നത്? ഇത് എന്റെ സ്വന്തം ഡിസൈനാണ് അതോ മൂപ്പരോട് എടുക്കാൻ പറഞ്ഞോ? ചൂസ് ചെയ്തു. ഇവിടെ വന്നിട്ട് ചൂസ് ചെയ്തു. അത് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. അതന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടില്ല. പറഞ്ഞു വേണ്ട എല്ലാവരും വന്നു. ഒരു ഡിസൈൻ സെറ്റാക്കി കാണിച്ചെടുത്തു. അതേപോലെ ആക്കി. അപ്പോൾ ആ ഡിസൈൻ അതുപോലെ അയക്കണോ, അച്ഛനത് ഇഷ്ടപ്പെട്ടുക്കണോ, കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ലിൻഫാബിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. വരും വിവരങ്ങളിലേക്ക് കാണാം. ആഫീസ് വരൂ, അന്യനെ പോലെ നിൽക്കരുത് പ്ലീസ്. ചെരുപ്പ് ഇട്ടോടിക്കാ, ചെരുപ്പ്. ഇതാണ് ബോസ് ഇട്ടോ നമ്മളെ. എന്താ വർത്താനം? സുഖമായിട്ട് പോകണം. സാധനം റെഡിയാ? ആകാ സ്ഥലമൊക്കെ. ഓ
സംശയങ്ങൾ ഒന്നും എനിക്ക് ഇഷ്ടമാണ് പറയൂ. ബാസിലെത്തിയില്ല, അവൻ ഈജിപ്തിലാ. അല്ല, ഈ വ്ളോഗ് ഇറങ്ങുമ്പോഴത്തേനും ഈജിപ്തിലാവും. ആയിഷ ഒന്ന് ഒഴിവാക്ക, ആയിഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറയുന്നത് എന്താണ്? ആയിഷ എന്നുള്ള പേരോട് എന്താണ് ഇത്ര എതിർപ്പ്? ഒന്നുമില്ല, അതാണ് സംഭവം. മറ്റേ കാക്കവിടെ നമ്മളപ്പ അന്നുണ്ടായിനെ ചെക്കന്മാരൊക്കെ ആ നേരത്തെ പോയില്ലേ? നമ്മ കുറച്ച് ലേറ്റ് ആയില്ലേ? ആ മനസ്സിലായി. വേണ്ട എന്നാലേ എടുക്കല. അയ്യോ, എൻ്റെ ഇക്കാച്ചി ഇവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യാ. അപ്പൊ കാണികൾക്ക് എല്ലാവർക്കും വേണ്ടി ഷെനു ബിക്കാച്ചി ഇവിടെ ഒരുങ്ങാൻ പോവുകയാണ്. ഇല്ല, കാണിക്കൂല. വേറെ കല്ല് വേഗം കൊണ്ടുവന്നിട്ട് ഫ്രെയിം ചെയ്യാൻ വരും. വേട്ടള. അപ്പൊ സുഹൃത്തുക്കളെ, ഷെനു ബിക്കാച്ചി ഒരു ചാരക്കളറിൽ നക്ഷത്രം പതിപ്പിച്ച പോലത്തെ AJP നോക്കട്ടെ. എവിടെ സൈക്കോന്റെ പാകത്തിനുള്ള ഒരു ഐറ്റം സൈക്കോ എടുത്ത് വെച്ചിങ്ങനെ. സൈക്കോ നോക്കിയാ അതാ സൈക്കോന്റെ കല്യാണത്തിന് പാകമുള്ള ഐറ്റോ. അല്ല, ഇവിടെ ഒരു മയിൽപ്പീലി കൂടി കൊടുത്താൽ മതി, സീൻ ലുക്കാവും. ഒരു ഉടക്കോലി കൂടി പിടിച്ച സീനാവും. ഇട്ടാ ഇട്ടോക്കളാ. അല്ലെ ഞാൻ മറ്റേ പറയും. പറയണോ? മറ്റേ പറയണോ? പറയും. ഞാൻ ഇവിടെ സ്ഥലം പറഞ്ഞു കൊടുക്കും. വേട്ടളാ. ഇല്ല, ടയർ ഒട്ടിയല്ലേ? നിയാലും ഒന്ന് വന്നിട്ടുണ്ടോ? ഏതോ വണ്ടി ടയർ ഒട്ടിക്കണേ. ഇല്ല, ടയർ ഒട്ടിയ വീണല്ല. വീണ അങ്ങനത്തെ സൗണ്ട് ഉണ്ടാവില്ല. വീണ അങ്ങനത്തെ സൗണ്ട് അത് എനിക്കറിയാം. അപ്പോ NJP നമുക്ക് വേണ്ടി തരാൻ പോവുകയാണ്. ഓ, चुप माही चुप है राजा, बोले कैसे रहना जा, बोले कैसे रहना जा जा जा. മാഷാഅല്ലാഹ്, കാണിച്ചു കൊടുക്ക്. ഇന്റെ മുത്തൈദാര് നേരിന്നൊരു പോരിന്നൊരു പേരുണ്ടെങ്കിൽ നാരങ്ങാതീരിൽ മുക്കി ചേരുന്നോരാരാണെന്നോ. അച്ചു അവിടെ നിക്ക്. ഓ മാഷാഅല്ലാഹ്, ഇത് വേറൊരു തരം കല്യാണാണ്. ഒരു രക്ഷയില്ല. സീൻ സെലക്ഷൻ, സീൻ ലുക്ക്. ഇങ്ങനത്തെ ഒന്നും ഇടാതെ കണ്ടിട്ടേ ഭയങ്കര പുതുമ അല്ലേ? ഒരു ഫ്രഷ്നെസ് അല്ലേ? ആടോ, സത്യം പറയട്ടെ, എനിക്ക് ഈ ഒരു ഇതിൽ ഏറ്റവും കാണാൻ ആഗ്രഹം ആരോ അപ്പൊ എല്ലാരും കമന്റ് ഇടോ? അപ്പൊ എല്ലാരും കമന്റ് ഇടണം. അപ്പൊ നമ്മളെ ആയിഷ കോംപ്ലക്സിലാണ് ട്ടല്ലേ. അപ്പൊ 5 ചെറിയുന്നു. മിഴിനീരുറങ്ങിയല്ലോ. അൽഹംദുലില്ലാഹ്. നബീല് ഇപ്പൊ തന്നെ എടുക്കൊന്നും വേണ്ട, പിന്നെ എടുത്താൽ മതി. ചെങ്ങന്മാരെ മേത്തൊക്കെ എടുത്ത് അർച്ചി എന്നെ കെട്ടിപ്പിടിച്ചോ, അപ്പം സുഖകരം പിടിച്ചോ, അപ്പം നല്ല സുഖം കിട്ടും. സൽമാൻ കണ്ടു വാ. അവിടെ പെണ്ണുങ്ങൾ ഇവിടെ പെണ്ണുങ്ങൾ, അതാണ് എൻ്റെ സ്വപ്നം. ഹായ്. സൽമാണെങ്കിൽ സൽമാൻ മതി. കടിച്ച് അയ്യോ. എന്താ എന്താ ശരിയോ? ഇരിക്കണോക്ക് രാജാവ് ഇരിക്കണേ. രാജാവ്, ഞങ്ങളെ രാജാവ് ഇതായിരിക്കുന്നു. ആ, കുബേരലെ ദിലീപ് ഒരു ഈച്ച മോട്ടർ കൂടി കൊടുത്താണല്ലോ, സീനാവും. ഇക്കത് നമ്മൾ തന്നെ ചെയ്ത ഡിസൈൻ അല്ലേ? സീൻ ലുക്ക് ഇട്ടാ. ഈ ഷാളൊക്കെ ഉണ്ടാവൂലേ അച്ചു?
ഷോളൊക്കെ ഉണ്ടാക്കട്ടെ, കുറച്ച് ഓവറാവട്ടെ, പുതിയാപ്പിള മനസ്സിലാവണ്ടേ. ഈ ഷാനൊക്കെ ഒന്നായിട്ട് ഒരുങ്ങി വരും. ഈ ഷാനോൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, കല്യാണപ്പേരി പോയിട്ട് പുതിയാപ്പിള ഇങ്ങനെ വരുന്നത് അത് തലേന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരുങ്ങി വരിക, എന്നിട്ട് ആകെ പുതിയാപ്പിളിനെ എമോഷണലായിട്ട് ഡാമേജ് ചെയ്യുക. അതാണ് അവൻ്റെ പരിപാടി. ഇവന് പുതിയാപ്പിൾക്ക് എമോഷണൽ ഡാമേജ് ഉണ്ടായി കൊടുക്കാൻ വിളിക്കുക. തലേന്ന് പുതിയാപ്പൻ്റെ ഡ്രസ്സ് അറിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് വരിക. കല്യാണപ്പേരിയിൽ പോയ പുതിയാപ്പിള ആവണം, മെച്ചപ്പേരി പോയത് മയ്യത്താവണം, ബസ്സിൽ പോയ കണ്ടക്ടർ ആവണം. അവിടെ എന്നിട്ടില്ല നമ്മള്. ഇത് ഷർട്ടോ, ഇതെന്താ, ഇതെന്നിട്ടോ ഷാനോ? ഞാനെന്നിട്ടാലോ ഒരു മോട്ടർ സാധനം. എന്നാലേ എന്റെ സൈസിലുള്ള ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ. ഇത് മതി, ഇതാണ് എന്റെ കളറ്, ഇതാണ് എനിക്ക് വലുപ്പമുള്ളടാ. മഞ്ഞ ചെന്നിട്ടില്ലേ ഇനിയോ? അവിടുന്നാ എടാ മൂപ്പരതാടാ. ഹലോ, പാട് 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 പാടറാ. കാണാനെന്തൊരു ചേലി മാറി നിക്ക് ഞാൻ മുന്തിരിച്ചാറ് മാന്തൊക്കെ നോക്കുമ്പോ മഴക്കാറ്. ലിറിക്സ് അറിയില്ലേ? തന്തപ്പൊടി മാറുന്നേ കുട്ടിക്കളിയാവുന്നേ. പിന്നെന്താ നമ്മുടെ ഫോട്ടോ ഒക്കെ അച്ഛൻ്റെ ഫോട്ടോ കണ്ടല്ലോ എല്ലാവരും. മാഷാ അല്ലാ. അച്ഛൻ്റെ ഡ്രസ്സ് എടുക്കാഫിയാ? ഫുഡ് കൊണ്ടുവരാ. നല്ല ഫുഡ് കൊണ്ടുവരേ. ഓക്കെ, അല്ല ഇന്ന് മോശം ഫുഡ് കൊടുക്കുന്ന ഞാൻ. ഇല്ല നല്ല ഹെവി കൊണ്ടുവരും, മോശമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു വേദനിക്കുന്ന ചെന്നൈ ഫാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ കൊല്ലത്തെ ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചെന്നൈ ഓമ്പി ടീമാണ്. ആകെ പിടുത്തം കിട്ടോ? എന്താണ് അടിവാരം ലീഗിൽ ഇന്ന് വാശിയേറിയ പോരാട്ടം SRHും CSKയും തമ്മിൽ നടക്കുമ്പോൾ. അപ്പം എന്തായാലും ഞാൻ ഇട്ടോക്കിട്ട് വരട്ടോ. ഓക്കെ. ഇപ്പൊ പണ്ട് മുതലേ കോട്ടകളെ പ്രണയിച്ച ആളാണ് അർഷു കേട്ടോ. പണ്ട് അർഷു ലുലുമാളിൽ പണിയെടുക്കാൻ പോയെന്ന് അർഷുവിൻ്റെ അടുത്ത് തന്നെ കോട്ട ഈ കളറ്. ആ അപ്പൊ അടുത്തായിട്ട് നബീലിക്കോ കാണികളെ ഹരം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് സൂട്ട് ഇട്ട് വരുന്നതാണ്. അഭിപ്രായം പറഞ്ഞിരുന്നു. ഷാള് വേണോ? ആണോ? ഇതില്ലെങ്കിൽ ഭയങ്കര പ്ലെയിന് ഷാള് വേണം. ഇതില്ലെങ്കിൽ ഇതിലാവ് സാറിൽ ഷാനും ഒരുങ്ങൊന്ന്. അപ്പൊ ഷാൾ ഇട്ടോ? അതോ ഷാൾ എന്തായാലും കൊണ്ടുവരില്ല. ചുഗുമാരിയോ? ചുഗുമേരാഞ്ചാണല്ലോ. അപ്പൊ ഇതാ കല്യാണത്തിന് മുമ്പ് തന്നെ ലവ് നോട്ട്സ് ക്യാമറമാൻ ഇതിനൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. ലവ് നോട്ട്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അച്ഛനെ ഒരു നല്ല ഗ്രൂം ലുക്കിൽ കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് അത് കാണുമ്പോ തന്നെ ഫോട്ടോ എടുക്കാൻ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ബാസിൽ നമ്മുടെ കൂട്ടത്തിൽ ആരതൊക്കെ നമ്മളെടുത്തേ? നമ്മള് ബാസിലല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ബാസിലിന്റെ അർഷുവിൻ്റെത് ഇനിയിപ്പോ അടുപ്പിച്ചടുപ്പിച്ചിങ്ങനെ വരാണ്ട് കുറച്ച്. ഇൻഷാ അല്ലാ. അവിടെ നമ്മളെ കല്യാണത്തിന് ഇപ്പൊ നമ്മളെ സാധനം വെക്കാം അല്ലേ ഷാനുവാ? അതെ വെച്ചാ പോരെ, അത് വെച്ചാ പോരെ. ആ ബ്ലൂ ഒക്കെ അല്ലേ അനക്കേ? അച്ഛൻ്റെ ഷൂട്ട് നമുക്ക് എടുക്കാണ്ട് കേട്ടോ. അച്ഛൻ്റെ ഷൂട്ട് എങ്ങനെ? അച്ഛൻ്റെത് നമ്മള് ആഫ്റ്റർ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. നിക്കാ കഴിഞ്ഞിട്ട് നമ്മള് നമ്മളെല്ലാരും കൂടിയുള്ള സംഭവം അല്ലേ? പുഷ്പം ജിമ്മി പുഷ്പം. ജിമ്മി ജീവിതത്തിൽ തളരുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മോട്ടിവേഷൻ ജിമ്മി. കറക്റ്റ് അർഷോ, മോട്ടിവേഷൻ ചെയ്ത് പറ്റിക്കണോ കോസ്റ്റ്യൂമോ? കറക്റ്റ്. ഇതാണ് ഓയൻപി കുറുപ്പ. ഇത് കൊണ്ട ഇത് സീൻസാണോ? ഒരു ബാഗ് കൊണ്ടിട്ട് ഇങ്ങനെ എഴുതിങ്ങനെ നടക്കണം.
കവി ശ്രീ സൽമാൻ അവർ പറയുന്നു. സൽമാൻ അവർ എന്താണ് വിശേഷം? പ്രാചീന കേരളത്തിലെ നിഗൂഢതകൾ നിറഞ്ഞ ബുദ്ധിമുട്ടുകളിലെ ഉൾക്കാലങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ചിന്തിക്കരുത്, പശ്ചിമഘട്ടങ്ങൾ നമ്മളെ ആലോചിക്കുവാന് അപ്പൊ മാരുതി സുസുക്കിയിൽ ആര് വണ്ടി എടുക്കുകയാണേലും നെക്സ്റ്റ് ആയിട്ട് ബന്ധപ്പെടുക. എടാ ഒറ്റ കാര്യമുള്ളൂ, നബീലിന്റെ കല്യാണത്തിന് നബീൽ സീലൊക്കെ ആവട്ടോ കല്യാണത്തിന് ആലോചിച്ചൊക്കെ നമ്മളെ വെള്ളർക്കി എന്താ അറിയാ ഫുള്ള് 12 സൈസ്. അതിന്റെ മേക്കോട്ടെ അങ്ങനെ നബീലെ നെക്സ്റ്റ് കയറിട്ടാ. സാറേ നല്ല മൈലേജ് കിട്ടണ വണ്ടിയില്ലേ? ഹൈറൈഡർ ഉണ്ട്, ടൊയോട്ടന്റെ. അല്ല നിങ്ങൾ നെക്സ്റ്റ് അല്ലേ? നമ്മളിപ്പോ CNG വണ്ടികളെ കുറിച്ച് എന്താ പറയാനുള്ളത്? CNG വണ്ടി നല്ല മൈലേജ് ആണ്. പവർ എന്താ? പവർ ഉണ്ടോ? പവറിലെ വണ്ടി നല്ല പവർ ആയിരിക്കും. പവറില്ലാത്ത വണ്ടി കഴിഞ്ഞില്ലേ? ഇനി തയ്ച്ചട്ടെ. പവറിലെ വണ്ടി പവറില്ലാത്ത വണ്ടി പവർ ഉണ്ടാവില്ല. പവറില്ലാത്ത വണ്ടി വിയർക്കൊടു. കവി ഡ്രസ് കേട്ടോ. കവി ശ്രീ ONV അവർ വസ്ത്രാക്ഷേപണം നടത്താൻ പോകുന്നു. ജമ്മേ ജമ്മേ എടാ അർഷുടെ അർഷു എന്നടേ അർഷോ എന്തേ ഇതെന്തേ ഇങ്ങനെ കഞ്ചത്തിലെ കൊഞ്ചിട്ട് പോണതെന്ത് കാറ്റില് ലാഞ്ചന കാമന നാമന ശാനുവ കാലത്ത് കൊണ്ടോട്ടി രാജവ തട്ടത്തിലെ കാളത്തിലെ റോട്ട് പക്കത്ത് പേരാർത് പെരപ്പണികൾ നടക്കുന്നുണ്ട്. സൽമാനെ അട്ടോ ആ മഞ്ഞക്കോട്ട് പ്ലീസ്. കഴിഞ്ഞോ? അച്ഛൻ്റെ കഴിഞ്ഞോ? അപ്പൊ അച്ഛൻ്റെ ഇതാ കോസ്റ്റ്യൂം അയക്കാൻ പോകട്ടെ. ഇതാണ് അച്ഛൻ്റെ കോസ്റ്റ്യൂം. എല്ലാവരും കണ്ടോളി. മൂപ്പരാണ് പണിയെടുത്തേട്ടാ. അപ്പോൾ ഇതുപോലുള്ള കല്യാണ കോസ്റ്റ്യൂം പരിപാടികൾക്ക് ലിൻഫാബായിട്ട് ബന്ധപ്പെട്ടിട്ടോ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. നമ്മളിത് എത്ര ദിവസം കൊണ്ട് ചെയ്താ? എത്ര ദിവസം കൊണ്ട് ചെയ്തവർക്കാ? 1 വീക്ക്. നമുക്ക് ഓർഡർ ആ ടൈമിൽ കിട്ടിയാൽ 1 വീക്കിൽ ചെയ്ത് കൊടുക്കും. 1 വീക്ക് 1 ഡേയ്സ് കൊണ്ട് ചെയ്യാം. പ്രൊഡക്ഷനൊക്കെ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്. അത്രയും കോൺഫിഡൻ്റ് ആണ്. ഇന്ന് ഓർഡർ നാളത്തെ ഒരു സാധനം നമുക്കൊക്കെ ഓൺ പ്രൊഡക്ഷനാണ്. കംപ്ലീറ്റ് ഓൺ പ്രൊഡക്ഷനാണ്. ഒന്നും പുറത്തില്ല. ഇനിയിപ്പോൾ ഇന്ന് ആള് വന്ന് നാളെ രാവിലേക്ക് കാണുന്ന ഇത് എവിടുന്ന കണ്ടുപിടിച്ചേ? ഇതെവിടുന്ന കണ്ടുപിടിച്ചേ? ദൂരല്ല കേട്ടോ, എനിക്ക് തമിഴിൽ എടുക്കണത്. YCT കോസ്റ്റ്യൂമിൽ ജിമ്മി ഇറങ്ങിയിരിക്കുന്നു. ജിമ്മിയല്ലേ പിങ്കി പിമ്മി കുട്ടികളെ കണ്ണിൽ ജിമ്മി ബലേനോ സ്വിഫ്റ്റ് ഡിസയർ CNG ജിമ്മി CNG സാർ ഡിസയറിലുള്ള വണ്ടിയുണ്ട്. പിന്നെ നമുക്ക് സലാരി ഉണ്ട് സാർ ജിമ്മി സാറെ കോഫി എടുക്കട്ടെ. ജിമ്മി സാർ ഫസ്റ്റ് സർവീസ് 1000-ലാണ്, സെക്കൻഡ് സർവീസ് 1000-ലാണ്. ജിമ്മി സാർ വാറണ്ടി പീരീഡ് 5 വർഷമാണ്. കട്ട് കിട്ടോ? നബീലിക്ക് സീൻ ലുക്ക് കിട്ടോ? അത് ഊരിട്ടോ. ഒരു തമിഴിൽ എടുക്കട്ടെ. നിങ്ങൾ രണ്ടാളും എന്താണ് ഇവിടെ രണ്ടാളും അപ്പം എൻ്റെ അടുത്ത് തമിഴിൽ എടുത്തന്നാ. ഇല്ലടാ അത് വ്ളോഗിലും ഇല്ല. സൽമാൻ തമിഴിലുണ്ടോ? ഇതൊരു പഞ്ചാബി ദങ്കിട കല്യാണം കേട്ടോ. പഞ്ചാബി ദങ്കിട. അരെ ഷാബാ കളർഫുൾ അല്ലേ? ഒന്നുകൂടി ചിരിച്ചോട്ടെ. എല്ലാവരും ചിരിച്ചോളി.
അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാ കുതിരവിടലിന് ശേഷം നമ്മൾ ലിൻഫാബിൽ നിന്ന് ഇവിടെ പറയുകയാണ്. അപ്പം അർഷു തലേമാന്തി നിൽക്കുന്നുണ്ട്, ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാനൊന്നുമില്ല പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു പോത്തിനോ അങ്ങനെ സലാമത്താക്കത്തുള്ളൂ. അച്ചു ഡിസിപ്ലിനുള്ള പുതിയ പ്ലാൻ ഉണ്ടോ? അലമ്പില്ലാതെ എല്ലാ അലമ്പിലും ലോകത്തിലെ എല്ലാ അലമ്പിലും ഉണ്ടായിട്ട് ഇപ്പം എന്താ വെച്ചാൽ പ്രത്യേകത വെച്ചാൽ ഫുള്ള് അഭിനയിക്കുക. അതായത് നല്ലൊരു മോനായിട്ട് അഭിനയിച്ച് വ്ളോഗിലൊക്കെ സൂപ്പർ. ഈ താത്തമാരെയും അമ്മായിമാരെയും ഇപ്പോൾ പെണ്ണുങ്ങളെ പേർക്കാരെ പ്രീതിയൊക്കെ പിടിച്ചു പറ്റുന്ന രീതിയിലായിക്കാണ്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡിൽ നടക്കുക. പിന്നെ അതിക്കു അതിൻ്റെ മുത്തേ സത്തേ എന്ന് വിളിക്കും കാലത്തരാവ് ഇന്നാണ് പരൻ്റെ കവിളിൽ. അപ്പം ഇക്കു എന്ത് ചെയ്തിക്കണേ, മാക്സിമം മൂപ്പര് ഇക്കു എന്താ എടുക്കണേ, അളവ് കൊടുത്തിക്കണേ. ആ നെക്സൻ്റെ ഷർട്ട് ഇട്ട് ഇക്കു എന്താ കണ്ട വെച്ചാൽ മെല്ലെ അതിനെ കൊണ്ട് അളവ് പിടിപ്പിച്ചാണ്ട് 2026 ഒരളവ് എടുത്തു. എന്താ പറഞ്ഞ ഭീഷണി ഉണ്ടോ? ഭീഷണി ഇപ്പൊ എടുത്തോ? എത്ര ദിവസമായി ഇപ്പൊ ഇപ്പം? 5-6 ദിവസമായി. ഇതുവരെ ഭീഷണിപ്പെടുത്തിട്ട് പോകാൻ പറ്റില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തുവാണെങ്കിൽ പറഞ്ഞിട്ട് എനിക്കൊന്ന് പോകാൻ പറ്റും. പറഞ്ഞോട്ടെ ഞാൻ ഒന്ന് പോട്ടോ പറയും, വീട്ടിക്ക് പോട്ടോ അങ്ങനെ പറഞ്ഞ അങ്ങനെ വേണ്ട, എക്സ്ട്രാ പറയണ്ട, വീട്ടിക്ക് പോട്ടോ. അപ്പൊ ഓക്കെ നബിൽ അവിടെ പോയിട്ട് മെല്ലേ. അപ്പൊ ഇനി ഇൻഷാല്ലാ ഇനി ലിൻഫാബിന് ആർക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും എല്ലാവർക്കും ആഖിറത്തും മർഹമത്തും പഠിച്ചാൻ കൊടുക്കുമാറാട്ടെ. ഷാനു ചെന്നൈ തോറ്റ സങ്കടത്തിൽ പോവാട്ടെ. സൈക്കോന്റെ സുന്നത്ത് കല്യാണം. ആരെപ്പ് ഇക്ക താങ്ക്സ് കേട്ടോ. ഇക്ക ഇൻഷാല്ലാ താങ്ക്സ്. കാണാം ഇൻഷാല്ലാ. ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ഉണ്ടാവും. നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി. ആയിക്കോട്ടെ ഇൻഷാല്ലാ, ഷൂട്ട് സെറ്റ് ആക്കാം നമുക്ക്. നമ്മളെല്ലാവരും ഉണ്ടാവും. ഓക്കെ താങ്ക്സ് കേട്ടോ. അപ്പൊ നമ്മള് വീട്ടിൽ പറയാട്ടോ. അർഷു എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെ ഓഫീസിൽ പോയിക്കോട്ടെ. അതിന് ജന കൊണ്ടുപോകാറുന്നോ? ഇല്ല, ഞാൻ അവന്റെ സെന്റൊന്ന് മേടിക്കാൻ പോകും. എന്റെ വണ്ടി ഞാൻ ജുമ്മോണില്ലെന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, ആരെ ആവശ്യ ഓണ്ട് എന്നിട്ടാ ബാറിസ്റ്റ് ഞാൻ കേറണ ലീവ്. അപ്പൊ നാഫീസ് നമ്മളെ വീട്ടിൽ പോരാട്ടോ. മാഷാ അല്ലാഹ്. സൈക്കോ ചിരിച്ചു. ആവശ്യം പോകണല്ലേ? ഒന്ന് പോയിക്കോട്ടെ. എന്താണ് പറയാനുള്ളത്? 6 ദിവസം 5 ദിവസം നമ്മളെ കൂടെ വന്നപ്പോ ഓഡിയൻസിനോട് എന്താ പറയാ? അടിപൊളി, രക്ഷയില്ല. 5 സ്റ്റാർ റിവ്യൂ. നബീൽ എന്താ വെച്ചാൽ പെരെ പോയിട്ട് കാര്യമായിട്ട് ഒരു ജോബൊന്നും ഇല്ല, എന്നാലും പ്രത്യേകിച്ച് ഒരു പണിയില്ല. ആകെ ഇമ്മ പറഞ്ഞാലും ഇമ്മ ഇവിടെ റേഷൻ പിടി പോകാൻ പറഞ്ഞാല് അത് പോലും ഇല്ല. പിന്നെ എടുക്കുന്ന പണി ഇമ്മാനെ സ്കൂൾ കൈ കൊടുക്കും. സിനിമ കാണാൻ പോവാ, എമ്പുരാൻ കാണാൻ വേണ്ടിട്ട് പെരെ പോവാ, പിന്നെ കോഴിക്കോട് കൂടെ പോവാ, ബീച്ചിൽ കൂടെ പോവാ. സ്കൂളില്ലാത്തോണ്ട് ഇപ്പൊ സ്കൂളിൽ മുന്നേ പോകാൻ പറ്റാ. സ്റ്റാൻഡിലാണോ? ട്രിപ്പില്ല മതിട്ടോ. എന്റെ കുട്ടിനെ അങ്ങനെ ഇതാക്കണോ. എന്റെ കുട്ടി സ്കൂളിലേക്ക് പോകില്ല. ഒറിജിനലി സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ് ഈ ക്യാമറ മുന്നിൽ നിന്ന് താളം കളിച്ചിട്ടുണ്ടോ. സൽമാനൊക്കെ ഫുള്ള് മക്കരപ്പുറപ്പ് സ്കൂളിന്റെ അവിടെ നിന്ന് അനങ്ങല്ല, ഫുള്ള് മക്കര. നാളെ 1 മണിക്ക് അവിടെ എത്തിയില്ലെങ്കിൽ അൺകട്ട് വെർഷൻ ബ്ലോഗിന്റെ അൺകട്ട് വെർഷൻ ഇറക്കട്ടെ, അല്ലെങ്കിൽ അൺസീൻ ക്ലിപ്സ് ഇടും ബ്ലോഗിന്. പോവാ ഓക്കെ പോലെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടുന്ന് വിട പറയാണ്. ഇൻഷാ അല്ലാ ഇനി എന്തൊക്കെയാണുള്ളത്, കല്യാണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കല്യാണ ഒരുക്കങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അച്ചു എന്ത് ചെയ്തു, എന്നാലും ഞാൻ എവിടെയോ വളവനായി പോയി കണ്ട് ഫേസിലിട്ടൊന്നും ബ്ലോഗിൽ കാണാതെക്കാൻ വേണ്ടിയിട്ട് ആരോടും പറയാതെ മെല്ലെ, എന്നോട് പറഞ്ഞില്ല. അപ്പോൾ മെല്ലെ എവിടെയോ പോയി കണ്ട് ഫേഷ്യലൊക്കെ ചെയ്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റാനൊക്കെ ചെയ്ത് സെറ്റപ്പായി താടിയൊക്കെ ഒന്ന് ചെറുതാക്കി വെട്ടി ഉഷാറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ കുളത്തിൽ കാലിട്ടിരിക്കണ കാണാൻ നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ ലൈഫിൽ ആദ്യമായിട്ട്? യാ മോനെ, ഇതിന്റെ പേരെന്താ? പെഡിക്യൂർ.
വാട്ട്സ് യുവർ കൺസേൺ ഓഫ് പെഡിക്യൂർ വെച്ച് ഞാൻ അയ്യോ ഐ ഡോണ്ട് നോ ഞാനില്ല അനുണ്ട് ഈ ഏട്ടൻ പോയി വരട്ടെ. പുറത്ത് അനു ആസ്ക് അനു എന്ന് പറഞ്ഞാൽ അഫീഫ് എല്ലാം ഒഴിവാക്കി വിട്ടിട്ടാ. അപ്പം നമ്മൾ കല്യാണം പോലത്തെ എന്ത് വലിയ ആഘോഷങ്ങൾ വരുമ്പോഴും നമ്മൾ വന്നെത്തുന്ന സ്ഥലമാണ് കട്ട്മേറ്റ്. അപ്പം നമ്മൾ ഇപ്രാവശ്യം പതിവും തെറ്റിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം കട്ട്മേറ്റിൽ നിന്ന് ഒരു ലോഡ് പരിപാടികൾ ചെയ്തു പോയൊരു പുതിയാപ്പിള അവിടെ ഉണ്ട് കേട്ടോ. കട്ട്മേറ്റിൻ്റെ സ്വന്തം പുതിയാപ്പിള ഫുള്ള് A to Z പരിപാടി ഇവിടുന്ന് ചെയ്തിട്ടേനു. അപ്പോൾ ആ ടൈമിൽ നല്ല വൃത്തിയിലാണ് അറസ്റ്റ് നിന്നീന് കേട്ടോ. അപ്പോൾ അതൊന്നും കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ആര് നിൽക്കണേ, പുതിയാപ്പിള അച്ചു നിൽക്കണേ കേട്ടോ. ആ കല്യാണത്തിൻ്റെ ഒരു 2 ദിവസം മുന്നും ആ ഒരു 3 ദിവസം ശേഷം ആ ഒരു പിന്നെ പോകും എന്തിന് ഇതിനൊക്കെ വേറെ ഇവിടെ കൊണ്ടുപോയാണോ. അപ്പം അഫി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പുതിയാപ്പിളാണ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യണം. പുതിയാപ്പിളൊക്കെ ചെയ്ത് ചൊങ്കനായിരിക്കുകയാണ്. പുതിയാപ്പിള കല്യാണത്തിന് 2 ദിവസം മുമ്പ് മുന്നിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ടെൻഷനാണ്. എന്തിന് എല്ലാം റെഡിയാണ്, പിന്നെ എന്തിനാണ് ടെൻഷൻ? എല്ലാം റെഡിയാണ്, അത് സത്യം. എല്ലാ പുതിയാപ്പിളമാർക്കും പുതിയാളിനുണ്ട് ടെൻഷൻ. റെഡിയാക്കില്ലേ ഇങ്ങനെ കെട്ടിയ. അപ്പം ഈ ടെൻഷൻ എന്തിനാണെന്നുള്ള എനിക്ക് മനസ്സിലാവണില്ല. ടെൻഷൻ അടിക്കുന്നത് അത് എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണെന്നുള്ളത്. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ നമ്മളിത് കഴിഞ്ഞിട്ട് നിക്കാഹ് നമഹിം സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ വീഡിയോ കാണിച്ചത്. അപ്പൊ അതിന് മുമ്പായിട്ട് അത് മാനിക്യൂർ ചെയ്യാണ്. മാനിക്യൂർ പെഡിക്യൂർ. അപ്പോൾ മാനിക്യൂറും പെഡിക്യൂറും മുടി വെട്ടാൻ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. അപ്പം ഇനി വ്ളോഗ് കാണുന്ന മഞ്ചേരിക്കാർ കൊണ്ടോട്ടിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ട്മേറ്റിക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി മദേഴ്സ് ഡേ. കണ്ടോ, എ ലിറ്റിൽ സംതിങ് ഫ്രം യുവർ ലവ്ഡ് ചൈൽഡ് ടു പാമ്പർ യുവർ സെൽഫ്. ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ പ്രമാണിച്ചുകൊണ്ട് ഒരു ഓഫർ ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഇവരിവിടെ കുറേ സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഓൾറെഡി ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പം 2500 രൂപക്ക് നിങ്ങൾ ഇവിടുന്ന് 2500 മുകളിൽ ഇവിടുന്ന് ഒച്ചണ്ടാക്കല്ലേ 2500 റുപ്യേൻ്റെ മുകളിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 റുപ്യേൻ്റെ ഇത് നിങ്ങൾക്ക് കൂപ്പണായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ആകെ 1500 റുപ്യ വരുള്ളൂ. ബാക്കി നിങ്ങൾക്ക് 1000 റുപ്യ ഫ്രീ ആയിട്ട് കിട്ടും. അതിന് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മദേഴ്സ് ഡേ കട്ട്മേറ്റ് സ്പെഷ്യൽ ഓഫറാണ്. അപ്പം എല്ലാവരും ഈ ഒരു ഓഫർ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അത് കുറിച്ച് ഒരു കൂപ്പണായില്ലേ ഇമ്മനെ കൊടുത്തോണ്ടിട്ടോ. ആ ഉമ്മനെ കൊടുത്താലും കിട്ടുള്ളൂ. ഉമ്മമാർക്ക് കിട്ടുള്ളൂ, പെണ്ണുങ്ങൾക്കുള്ളൂ കേട്ടോ. മദേഴ്സ് ഡേക്ക് ആണുങ്ങൾ വെള്ളിപ്പാര കൂട്ടി വരരുത് കേട്ടോ. അപ്പൊ മദേഴ്സ് ഡേക്ക് ഉമ്മമാർക്കും ഗേൾസിനും ലേഡീസിനുമാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പൊ ഈ ഒരു കൂപ്പൺ ഇതാ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. കട്ട്മേറ്റിന്റെ ഇൻസ്റ്റാഗ്രാമും സംഭവങ്ങളും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും കേട്ടോ. 2500 റുപ്യന്റെ മുകളിൽ പർച്ചേസ് ചെയ്താൽ 1000 രൂപ ഫ്രീ. അതാ അത് കാണിച്ചു താർച്ചോ. ഷോ യുവർ ലവ് ടുവാർഡ്സ് യുവർ ബർത്ത് ഗിവർ. ജന്മം നൽകിയ ഉമ്മാക്ക് സ്നേഹം തിരിച്ചു നൽകൂ എന്നുള്ള ഓഫർ. ഇമ്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്ത് മോട്ടറാക്കി വിടുക. അപ്പം അല്ല ഉഷാറാക്കി വിടുക. അപ്പം അതാണ് കട്ട്മേറ്റിൻ്റെ ഏറ്റവും പുതിയ ഓഫർ. അപ്പം ഞാനിപ്പോൾ മുടി വെട്ടി, എനിക്ക് ഇവിടുത്തെ സ്റ്റൈലിംഗ് അല്ല ഇഷ്ടമാട്ടോ. ഷാർപ്പാക്കി മുടി വെട്ടി തരുന്ന ഒരേ ഒരു സ്ഥലമാണ്. സൂപ്പറാക്കി മുടി വെട്ടി. അച്ചു പിന്നെ വേറെ ഇവിടുന്ന് വെട്ടി സെറ്റപ്പാക്കി വന്നതാണ്. അഫിഞ്ഞ് വെട്ടാണ്ട്, അർഷിഞ്ഞ് വെട്ടാണ്ട്. അപ്പം എന്തായാലും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ നിക്കാഹ് നമഹ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തായിട്ടുള്ളൊരു ബാസിലിൻ്റെ കല്യാണത്തിനും ഇതിനൊക്കെ തന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് പോകാൻ ഒരു പെൺകുട്ടീൻ്റെ അടുത്താണ് പോണത്. അപ്പം അവളുടെ പേരെന്താ? സോറോ ആർട്ടല്ലേ? അപ്പൊ സോറോ ആർട്ട് പറഞ്ഞ കുട്ടീൻ്റെ അടുത്ത് കാണി നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങാൻ പോണത് കേട്ടോ. ഇതാ പേജ് കേട്ടോ. സോറോ ആർട്ട്, ഓൾ ദാറ്റ് യുവർ ഹേർട്ട് ഡ്രീംഡ് ഓഫ്. 21K ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് കേട്ടോ. ഇവള് സെലിബ്രിറ്റി ആണല്ലോ. ബാസിലൊക്കെ ഫോളോ ചെയ്ത് വെച്ചിക്കണ് അന്ന് തന്നെ നിക്കാഹ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അച്ചു നിക്കാഹ് ആയപ്പോൾ ഫോളോ ചെയ്തോ. എല്ലാവരും എൻ്റെ ആവശ്യത്തിനോട് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ തപ്പി പിടിച്ച്. അപ്പോൾ എന്തായാലും ഓളെ പേരവിടെ അടുത്ത് തന്നെയാണ് പറഞ്ഞു. പുല്ലമ്പാടോ പുൽപ്പറ്റയിലാണ് ഓളെ വീട്. അപ്പോൾ അവിടേക്ക് പോണ വിഷ്വൽസും കാര്യങ്ങളും കാണാം. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ കാണാം. അല്ലാ സ്റ്റീലില്ല. എടാ ഞങ്ങൾ ഇവിടെ അടുത്തേക്ക് എന്താണ് നിക്കാഹിന്റെ ഇത് വാങ്ങാൻ വന്നാണ്. നമ്മളെന്താ സാധനം ഇവിടെ. അപ്പൊ ഗൈസ് നമ്മളെ സാധനം വാങ്ങാൻ വന്നതാണ് നമ്മള്. ഇതിലെന്തൊക്കെയുള്ളത് അച്ചോ?
ഉറക്കെ പറയണം. ഇസ്ലാമിക് സെറ്റ് ആണ്. ഖുറാന്, മുസല്ല, തസ്ബീ, ഖുറാൻ മാർക്ക്, പ്രയർ ഡ്രസ്, കംപ്ലീറ്റ് ഓൾ സെറ്റ് ഉണ്ട്. എല്ലാം കൂടി. നിങ്ങളെ പേര്? ആയിഷ. നിങ്ങളതിന്റെ പേരെന്താ? സോറോ ആർട്ട്. സോറോ ആർട്ടാണ് നമുക്ക്. ഹനാന്റെ വർക്കും നമ്മൾ അടിപൊളിയാക്കി ചെയ്യുന്ന. അപ്പൊ സോറോ ആർട്ടിന്ന് നമ്മൾ ഇതാ സാധനം വാങ്ങി പോവാട്ടോ. ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞത് കുട്ടി പറഞ്ഞത്. അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇത് തുറന്നു നോക്കിയിട്ട് നമ്മള് സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. അച്ചു ഓരോന്നോരോന്നായിട്ട് എണ്ണി പൊറുക്കി റെഡി ആവുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് സോറോ ആർട്ട്. താങ്ക് യു സോ മച്ച്. ബൈ ഗൈസ്. എല്ലാരും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരു ടാറ്റ അടിക്കുക. എല്ലാരും സൗണ്ട് ഇല്ലാതെ നിശബ്ദരായ ഒരു ടാറ്റ തന്നത്. ഇനി ഒരു ഹായ് അടിക്കി. ഓക്കെ, പൊളിച്ചു. അത് പൊളിച്ചു. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. അപ്പൊ പോയോക്കട്ടെ. പോയരാ. സ്ലാലേക്കോ പോട്ടോ. ഞങ്ങളിത് വാങ്ങാൻ ഇവിടെ ഈ സാധനം ഇവന്റെ കല്യാണം പോയാ. ഇൻഷാല്ലാ. ബൈ ബൈ ബൈ. വണ്ടി എവിടെയാണ്? പേരയിലാണേ. ഇനി കല്യാണത്തിന് പുതിയ ആപ്പിൾ ഇറക്കാൻ അഞ്ഞ് എടുക്കണുള്ളൂ. പുതിയ വണ്ടിക്ക് ഈച്ചില്ല. ഈച്ചു മണാലി പോയി. സ്റ്റീല് മഞ്ചേരി. സൽമ മലപ്പുറം. ഇതിന് 5-ാം മൈല്. നിഹാല് പൊന്നാനി. ആ എല്ലാരും ആയില്ലേ? ഞാൻ പോട്ടെ. എന്നാ കാണാം. എല്ലാരും ടാറ്റരിയും. ബൈ ബൈ. എന്നാ പോവാ.